തലയും പൊട്ടി അവിടെ നിൽക്കണ ഹെൽമെറ്റ് ഇടാൻ പറ സാറേ. കണ്ട ഈ ഇരിക്കുന്ന കറച്ചട്ടിയാണ് അയാളെ തലയിരുന്നത്. എന്നിട്ട് ഇടത് എല്ലാം കൂടെ ഞാൻ എന്നെ പറഞ്ഞാൽ മതിയല്ല. ഞാൻ നിങ്ങൾക്ക് ഇത്ര സ്വാതന്ത്ര്യം തന്നോണ്ടല്ലേ സാറേ. കമ്മീഷണർ, കമ്മീഷണർ. യെസ് സാർ. സാർ എന്തിനാ സാറേ ഓരോ ആൾക്കാർ പോകുമ്പോ എന്നെ തല്ലുന്നത്? എനിക്ക് ജോലി ചെയ്യണമെന്ന് അറിയിപ്പിക്കണം, അതുകൊണ്ടാ. സാറേ അത് കമ്മീഷണർ ഒന്നും അല്ല, അത് ഇത് ഓട്ടോക്കാരനാ സാറേ അത്. അയ്യോ സോറി ചേട്ടാ. പിന്നെ ബഹളം നടക്കും സാറേ. ഞാൻ പോയിട്ട് വട്ടെ. നിർത്തടാ നിന്റെ വെള്ളം കിട്ടിയോ കിട്ടിയില്ല. സാറങ്ങ് പോയല്ലേ? എന്തായാലും ഞാൻ രക്ഷപ്പെടും. എന്താ? എനിക്കിവിടെ കുടിയടപ്പാവകാശം കിട്ടും. എന്തോ 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 10 വർഷമായില്ലേ ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ കുടിയടപ്പാവകാശം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പ്ലാനിങ് ഉണ്ട്. എന്താ പ്ലാനിങ്? പ്ലാനിങ് എന്ന് വെച്ചാൽ അവിടെ ഒരു ഹാള്, ഇവിടെ ഒരു പൂജാമുറി. പൂജാമുറിയിലാണ് ചെരുപ്പിട്ടോട്ടിക്കുന്നത്. സോറി, ഇവിടെ നമ്മുടെ ബെഡ്റൂം. നമ്മുടെ എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞ എന്റെ അല്ല, നമ്മുടെ ബെഡ്റൂം, ബാക്കിൽ ഒരു സ്വിമ്മിംഗ് പൂള്. ഇങ്ങനെയൊക്കെ ഞാൻ പണിയാൻ പ്ലാനിങ് ഉണ്ടെന്ന്. പക്ഷേ ആ സെക്രട്ടേറിയറ്റ് അവിടെ നിൽക്കുന്ന ഒരു മോശമല്ലേ? ഭയങ്കര പാടാണ്. വേണമെങ്കിൽ പൊളിച്ചു കളയാം. പൊളിച്ചു കളയുന്ന തള്ളും കൊണ്ട്. അയ്യോ ഇവൻ സാറിന് അതുകൊണ്ട് അവരെല്ലായിടത്തും അടിക്കുന്നത്. അയ്യോ തലക്കടി കിട്ടിയല്ലോ, തലക്കടി കിട്ടിയല്ലോ. ഇത് കൊണ്ടുപോയില്ലായിരുന്നു സാറ്. കല്യാണത്തിന് കഴിച്ചായിരുന്നല്ലോ അല്ലേ? കല്യാണത്തിന് സുമതിയൊക്കെ എപ്പോഴും വന്നു. സുമതിയൊക്കെ ആര്? ഒരു കാര്യം ചെയ്യും, നാരങ്ങ പിടി കഴിച്ചിട്ടേ പോവാവൂ. സാറേ ഞാനാ സതി. സതി കൊള്ളാം, എനിക്കറിയാം. എന്റെ കൂട്ടുകാരെ സതൻ നല്ല പരിചയമുണ്ട് എനിക്ക്. പിന്നെ എനിക്ക് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്, അടിച്ചിട്ട് രണ്ടെണ്ണം നിൽക്കണം കേട്ടോ. എല്ലാവരും പോരുത്, അവിടെ നിൽക്കണം. പിന്നെ കല്യാണത്തിന് വരിക, എല്ലാവരും നിൽക്കുക, മംഗളാക്കുക, പോവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഒരു കല്യാണമാണ് ഇത്. കൊള്ളാല്ലേ? അതിനെ പെട്ടോ കൊള്ളാം. ഇത് വേറെ വിഷയം ഒന്നുമില്ല. സാറിന്റെ തലയ്ക്ക് വാക്കില്ലാതെ ഒരു അടി കൊണ്ടതാ. തിരിച്ചൊരടി യൂസ് ചെയ്തു. അടുത്ത് ചിലപ്പോ യൂസ് ചെയ്യും. അതിന് മുന്നേ പറയാം. അതായത് തലയ്ക്ക് വാക്കില്ലാതെ അടി കൊണ്ടതാ. തിരിച്ചൊരടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ബോധം വീഴുമായിരിക്കും. ആരടിക്കും? ഞാൻ ഇത്രയും വലിയൊരു മനുഷ്യൻ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. തിരിച്ചൊരു നൈസായിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ബോധം വരും. നമ്മുടെ ശിവസാറല്ലേ ഒരു കൊടുക്ക് നൈസായിട്ട്. സാറേ വീട്ടിൽ പോണം എല്ലാരും. സാറേ ആഹാരം കഴിച്ചിട്ട് ഇച്ചിരി എണ്ണ തേച്ചൊന്ന് കുളിപ്പിക്കാനാ. ഇച്ചിരി എണ്ണ തേച്ചോട്ടെ. കുഴപ്പമില്ല. ഇവിടെ കല്യാണത്തിന് നമ്മൾ വരണം പോണോ? അതൊക്കെ തേക്കട്ടാ. ഇനി കണ്ണു തുറന്നു വരുമ്പോഴത്തേക്ക് സെറ്റ് ആവും. അത് തന്നെ. ശിവസാറേ, 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 ഡോട്ട് എസ് ഐ. ജോലി ചെയ്യുന്നുണ്ട് സാർ. ഞാൻ എന്ത് സാറേ പെട്ടെന്ന് കുറച്ച് നേരത്തിൽ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് സാർ എന്തോ സാറേ ഈ പാവമായ നമ്മുടെ മണ്ടയിലൊക്കെ ഇങ്ങനെ അടിക്കണത്? നിനക്കൊക്കെ അത് പറയാം. ഈ പോലീസുകാർ പറയാം നമ്മൾ ഒരു കല്യാണത്തിന് പോകാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഓണത്തിന്, വിഷു, സംക്രാന്തി, ഒന്നിനും നമുക്ക് പോകാൻ പറ്റത്തില്ലടേ. എല്ലാ സമയവും നിന്നെയൊക്കെ കാവലിന് വേണ്ടി ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്തു മാറ്റിയ ഇന്ന് തന്നെ എന്റെ പെങ്ങളെ ഒരേ ഒരു മോളെ കല്യാണമാണ്. എനിക്ക് പോകാൻ പറ്റില്ല, അതിന്റെ വിഷമം എനിക്കുണ്ട്. അത് വന്നപ്പോഴേ നമ്മുടെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു സാർ? ഇത്ര സുഹൃത്തായി നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞുകൂടായിരുന്നു? നീ പറഞ്ഞ നീ എന്നെ കൊണ്ടുപോകൂ, ഞാൻ വഴി ഉണ്ടാക്കി തരാം. ഈ കൊച്ചിന്റെ കല്യാണം പുനലൂർ ഭാഗത്ത്. ഒരു മിനിറ്റ്, സാറിന് ഇതിനുള്ള വഴി അറിഞ്ഞായിരുന്നവരെ? വിഷമമുണ്ട് എനിക്ക്. ഹലോ, കണ്ടവന്റെ റൂമാണോ? കൺട്രോൾ റൂം. കൺട്രോൾ റൂമാണോ? ഞാനൊരു അജ്ഞാതൻ, പേര് വേണു. നിങ്ങളുടെ പുനലൂരുണ്ടല്ലോ, നമ്മളൊരു 7-8 ബോംബ് വെച്ചിട്ടുണ്ട്. ഏത് നിമിഷവും അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് പോലീസുകാരെ അങ്ങോട്ട് വിടണം. പ്രത്യേകിച്ച് ശിവസാറിനെ വിടല്ലേ, ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ പൊളിയും. ശിവസാറിനെ വിടല്ലേ. കട്ട് ചെയ്യുവാണേ സാറേ. പ്ലാനിങ് ഏറ്റിട്ടുണ്ട്. ഇപ്പൊ വിളി വരും, സാറിന് നേരെ പോവാൻ പുനലൂർ. അപ്പൊ കല്യാണവും കൂടാല്ലോ. സോറിടാ, സത്യം നിങ്ങളെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു. സോറി. പക്ഷെ ഒരു വിഷയമുണ്ട്. എന്തുവാ? ഇത് വിളിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ കറക്റ്റ് ആയിട്ട് പൊക്കും. നിന്റെ ഫോൺ പൊക്കും. അതിന് എന്റെ ഫോൺ എങ്ങനെ പൊക്കും? ഞാൻ സാറിന്റെ ഫോണിൽ നിന്നല്ലേ വിളിച്ചത്? എന്റെ ഫോണിൽ. അപ്പൊ എന്നെ പൊക്കൂലേ? സാറിനെ എങ്ങനെ പൊക്കും? പോലീസ് ഒരിക്കലും വേറൊരു പോലീസിനെ പൊക്കുവോ? കേരള പോലീസ് പൊക്കും 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 പൊക്കും. എന്തിനാ സാറാ നമ്മളെ കിട്ടി തല്ലുന്നത്? എന്തായാലും ഞാൻ ഡിസ്മിസ് ആവും. അതിനു മുമ്പ് നിങ്ങളെ പോലെയുള്ള പാവങ്ങൾ അടിച്ച് ഞാനൊന്ന് സമാധാനിക്കട്ടടാ. ഇപ്പൊ സാറേ